അടിപൊളി മാഫി കൽബി എന്റെ ഹൃദയത്തിലില്ല ഖൈറുള്ള ഒരു ഖൈറില്ല. അതാ പണ്ടേ മദ്രസയിലെ കുട്ടി നിന്ന് പുള്ളിയെ പരാതി പറയാൻ വേണ്ടി വീട്ടിൽ ചെന്നപ്പോ വാപ്പ നടന്നു വീണു. ആ അവസ്ഥ നോക്കിയേ. ഇവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് ഉമ്മമാരും തന്നെയാ എന്റെ ഹൃദയത്തിൽ ഒരു ഖൈറില്ല. എന്താണുള്ളത് എന്ന് പറഞ്ഞു. എന്റെ ഹൃദയത്തിൽ അല്ലാഹു അല്ലാതില്ല. എന്താണ് നിങ്ങൾക്ക് അറിയാത്തതെന്നറിയോ? എന്തായാലും അറിയാത്തത് എന്താ? നിങ്ങളുടെ ഹൃദയത്തിൽ മുഴുവൻ എന്താണ്? ഈ സാധനം ഉള്ളതുകൊണ്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ കണ്ടതിനകത്ത് ഇങ്ങനെ അഭിനമിച്ചിരിക്കുകയല്ലേ. നമ്മൾ വഴക്ക് പറയുമ്പോൾ ഇഷ്ടക്കേടൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. 13 പ്രാവശ്യം ടെറസിൽ ചാടിയ ആളാണ്. നമ്മളതിന് ചിരിക്കുന്നത് ചെറിയ കാര്യമാണ്, വലിയ കാര്യമല്ലേ. ഞാൻ കഷ്ടപ്പെട്ട് 13 പ്രാവശ്യം ചാടിയുണ്ട് ടെറസിൽ. ഈ ടെറസിൽ വാപ്പ എന്നെ കൊണ്ടാക്കും, വാപ്പ തിരിച്ചു വരുമ്പോൾ ഞാൻ മുറ്റത്തിൽ നിങ്ങൾ ചോറിയുന്നു. വാപ്പ എന്നെ വീണ്ടും കൊണ്ടാക്കും, വാപ്പ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ഉമ്രപ്പടി ചോറിയുന്നു. വാപ്പ കവളം മടങ്ങുന്നതിന് മുഴുവൻ തടിക്കും. അങ്ങനെ 13 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ടെറസിൽ നിന്ന് ചാടിയാളാ. എന്റെ ബാല്യകാലത്തിൽ എന്റെ ഏറ്റവും വലിയ ശത്രു എന്റെ വാപ്പായിരുന്നു. സമാധാനമില്ല. ബാല്യകാലത്തിൽ എന്റെ ഏറ്റവും വലിയ ശത്രു എന്റെ വാപ്പായിരുന്നു. പക്ഷേ ഞാൻ ഇന്ന് ഏറ്റവും അധികം ദ്വാരക ആർക്ക് വേണ്ടിയാ? വാപ്പാക്ക് വേണ്ടിയാ. നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്റെ മനസ്സിലൊരു തോന്നൽ വന്നു, ദർശി പോകണം. പക്ഷെ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എനിക്കാണ് ഉമ്മാനെ വാപ്പാനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് വീട്ടിലെ പച്ചക്കറിയും ചോറും എനിക്ക് മറക്കാനേ പറ്റുന്നില്ല. നമ്മുടെ നാട്ടിൽ കഞ്ചാവിന്റെയും വെള്ളത്തിന്റെയൊക്കെ അടിമകളായി പോകുന്ന പല ആളുകളെയും കാണുമ്പോൾ എന്റെ വാപ്പ എന്നോട് പറയണാ, ഇന്ന് ഞാനൊന്ന് ചീത്ത പറഞ്ഞതുകൊണ്ടും വഴക്ക് പറഞ്ഞതുകൊണ്ടൊക്കെ നിനക്ക് ഗുണമുണ്ടായില്ലേ? അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു നല്ല മാർഗം ഞാൻ നിനക്ക് കാണിച്ചിരുന്നില്ലേ? അടിപൊളി മാഫി കൽബി എന്റെ ഹൃദയത്തിലില്ല ഖൈറുള്ള ഒരു ഖൈറില്ല. അതാ പണ്ടേ മദ്രസയിലെ കുട്ടി നിന്ന് പുള്ളിയെ പരാതി പറയാൻ വേണ്ടി വീട്ടിൽ ചെന്നപ്പോ വാപ്പ നടന്നു വീണു.